നമ്മുടെ BJP നേതാവ് കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് ചിരിക്കണോ കരയണോ എൻ്റെ നെഞ്ചത്ത് തന്നെ ഇട്ടിരിക്കണോ എന്നൊക്കെ തോന്നിപ്പോയി. കാരണം യാതൊരു ഉളിപ്പും ലജ്ജയും ഇല്ലാതെ വന്നു നിന്ന് ദേ ഒരു സെൻറ്റൻസ്, ഒരു പത്രസമ്മേളനം, ഇവരെയൊക്കെ എന്ത് ചെയ്താൽ മതിയാവും? ദേ ഇതാണ് അതിലെ വാക്കുകൾ. സംസ്ഥാനത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക നികുതിയിൽ സംസ്ഥാന ഗവൺമെന്റ് കുറവ് വരുത്തണം. ചുരുങ്ങിയത് ഒരു 10 രൂപയുടെയെങ്കിലും കുറവ് പെട്രോളിനും ഡീസലിനും വാറ്റ് ഇനത്തിലും സെസ് ഇനത്തിലുമായി ഈടാക്കുന്ന തുകയിൽ ഒരു 10 രൂപയെങ്കിലും കുറയ്ക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി തയ്യാറാവണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ അത് വളരെയധികം സഹായകരമാവും. 10 രൂപയുടെ കുറവ് വരുത്താൻ ഏറ്റവും ചുരുങ്ങിയത് സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കും. മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും അടക്കം UP-യിലും അടക്കം NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം 15 രൂപ വരെ സംസ്ഥാന നികുതി ഇനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടായി. അതുകൊണ്ട് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം കണക്കിലെടുത്ത് 10 രൂപയുടെയെങ്കിലും കുറവ് വരുത്താൻ UDF ഗവൺമെന്റ് തയ്യാറാവണം. സത്യത്തിൽ സുരേന്ദ്രനെ ജനങ്ങൾ തോൽപ്പിക്കുന്നത് എത്രയോ നീതിയാണ്, എത്രയോ ന്യായമാണ് എന്ന് തോന്നിപ്പോകുന്നത് ഇത്തരം ചില സന്ദർഭങ്ങളിലാണ്. എന്ന് വെച്ചാൽ യാതൊരു ഉളിപ്പും ലജ്ജയും ഇല്ലാതെ വന്നു നിന്ന് ഇങ്ങനെയൊക്കെ പറയാൻ സുരേന്ദ്രനല്ലാതെ ആർക്കാണ് കഴിയുക? അതുകൊണ്ടാണ് ഒരിടത്ത് മത്സരിച്ചാലും രണ്ടിടത്ത് മത്സരിച്ചാലും നമ്മുടെ സുരേന്ദ്രനെ ആവർത്തിച്ച് തോൽപ്പിക്കുന്നത്. സംഗതി എന്താണെന്നറിയുമോ? ഒരു കള്ളൻ വീട്ടിലെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് ഓടി. ആ ഓടിയ വഴിയിൽ അവൻ്റെ കയ്യിൽ നിന്ന് എന്തോ പൊട്ടോ പൊടിയോ താഴെ വീണു. അത് വേറൊരു പാവപ്പെട്ടവന് കിട്ടി. അപ്പോൾ ഈ കള്ളൻ രാവിലെ വന്ന് നിന്ന് പ്രഭാഷണം നടത്തുകയാണ്. നിർബന്ധമായും ആ പൊട്ടും പൊടിയും കട്ടെടുത്തവൻ ഉടൻ തന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആളുകൾ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആഗോളതലത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ പ്രതിസന്ധിക്ക് എന്തെങ്കിലും പരിഹാരം കാണാനോ അതല്ലെങ്കിലും ഈ വില താഴ്ന്നു നിന്നപ്പോൾ പരശതം കോടിയോളം രൂപ ലാഭമുണ്ടാക്കിയ കമ്പനികളോട് ഒരു കുറഞ്ഞ കാലത്തേക്കെങ്കിലും സഹിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാതെ ഓരോരോ മണിക്കൂറിലും വില കൂട്ടി ഇന്നും കൂട്ടി പാചകവാതകത്തിന്, കഴിഞ്ഞ ദിവസവും കൂട്ടി വാണിജ്യ പാചകവാതകത്തിന് എത്രയോ രൂപ. അപ്പം നമ്മൾ വിചാരിക്കും അത് വാണിജ്യ പാചകവാതകത്തിനല്ലേ ഒന്ന്. അടുത്ത മണിക്കൂർ മുതൽ ഓരോ ചായയുടെയും മുകളിൽ 2 രൂപയും ദോശയുടെ മുകളിൽ 2 രൂപയും പൊറോട്ടയുടെ മുകളിൽ 3 രൂപയും ഒക്കെ കൂടി വരിക. അപ്പം നമ്മൾ ചോദിക്കും, നമ്മൾ കടയിൽ നിന്നല്ലല്ലോ കഴിക്കുന്നതെന്ന്. നമ്മുടെ വീടുകളിൽ പണിയെടുക്കുന്നവരും നമുക്ക് മറ്റു പല സംഗതികളും ചെയ്തു തരുന്നവർ കടയിൽ നിന്ന് കഴിക്കുന്നതോടുകൂടി നമ്മളിൽ നിന്ന് വാങ്ങുന്ന വേതനം വീണ്ടും കൂടും. അപ്പം ചുരുക്കത്തിൽ ഇത് മുഴുവൻ നെഞ്ചത്ത് കയറുന്നത് സാധാരണക്കാരൻ്റെ നെഞ്ചത്താണ്. അതിലാണ് ഒരു 10 രൂപയോ മറ്റോ അധിക നികുതി പോലെ കിട്ടുന്നത്. അതുകൂടി ഇല്ലാതാക്കി എങ്ങനെയെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കണം, അതുകൂടി ഇല്ലാതാക്കി അത് കുറയ്ക്കുന്നതിൻ്റെ ന്യായം വന്നു നിന്ന് പറയാൻ സുരേന്ദ്രനല്ലാതെ ലോകത്താർക്കും കഴിയില്ല. അതാണ് സുരേന്ദ്രനൻ്റെ ഒരു ക്വാളിറ്റി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ട്രാൻസ്ലേഷനിൽ പകുതിയിൽ വെച്ച് മാറ്റുന്നതും എല്ലാവരും സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ ചിരിക്കുകയും ചെയ്യുന്നത്. സാധാരണ ആളുകളാണെങ്കിൽ ഇപ്പോൾ അതിനൊരു പ്രസ്താവന ഇറക്കാൻ പോവില്ല. അതതിൻ്റെ വഴിക്ക് നടന്നതാണ്, യുദ്ധമാണ്, അങ്ങനെ കൂടിയതാണെന്നൊക്കെ പറയുള്ളൂ. ഇവിടെ പുള്ളി ഒരു പുതിയ കാര്യം കണ്ടെത്തിയതുപോലെയാണ് ഈ പ്രസ്താവന നടത്തുന്നത്. പുള്ളി കൂട്ടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് അവിടെയെല്ലാം വില കുറച്ചു. സുരേന്ദ്ര, അവിടെയൊക്കെ സ്പെഷ്യൽ പാക്കേജ് എന്ന് പറഞ്ഞ് 5000 കോടിയും 6000 കോടിയും 4000 കോടിയും വാരി വെതറും. ബീഹാറിലൊക്കെ കൊടുത്തതുപോലെ വീടുകളിലേക്ക് സ്ത്രീകൾക്ക് 10000 രൂപ വീതം വാരി കൊടുക്കും. കേരളത്തിൽ ഇത് പൊട്ടിപ്പൊളിച്ചു പോയാൽ ആര് കൊടുക്കാനാ? കൊല്ലത്ത് തിരുവനന്തപുരത്ത് നിങ്ങൾ ജയിപ്പിച്ച ഒരു മേയറും വെള്ളക്കെട്ടും കൂടെ കിടന്ന് കുഴഞ്ഞു മറിയുക. എന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാനില്ല. അന്നേരമാണ് സുരേന്ദ്രൻ എൻ്റെ 10 രൂപ കുറയ്ക്കൽ.